തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം സാവകാശം ഒരുക്കി തരുന്നതിനായി ദൈവത്തോട് നന്ദി പറയുന്നു. ഇതിലേക്ക് എന്നെ ക്ഷണിച്ച അതിന്റെ ഭാരവാഹികളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. ഇങ്ങനെ ഒരു നല്ല പ്രഭാതം കൂടെ കാണുവാൻ സ്വർഗത്തിലെ ദൈവം സാവകാശം ഒരുക്കിയിരിക്കുമ്പോൾ ആ നല്ലവനായ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് വളരെ പ്രാർത്ഥനയോടുകൂടി തന്നെ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാം. ദേവദാസി എന്നെ പരിചയപ്പെടുത്തിയതുപോലെ എൻ്റെ പേര് മാത്യു ജോർജ്. എന്നാൽ ഇവിടെ എല്ലാവരും ലോക്കലായിട്ട് റെജി തലവടി എന്നാണ് പറയുന്നത്, എൻ്റെ പേര് വിളിക്കുന്നത്. എൻ്റെ സ്വദേശം തലവടിയാണ്, അതുകൊണ്ടാണ് തലവടി എന്നോട് ചേർത്ത് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഒഫീഷ്യൽ നെയിം മാത്യു ജോർജ്. കർത്താവിൻ്റെ കൃപയിൽ കഴിഞ്ഞ 31 വർഷമായി സൗദി അറേബ്യയിൽ ജോലിയോടനുബന്ധിച്ച് കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. ഒരു മാർത്തോമ ബാക്ക്ഗ്രൗണ്ടിലായിരുന്ന എന്നെ സർവശക്തനായ ദൈവം എന്നെയും തേടി വന്നു, എന്നെയും സ്നേഹിച്ചു, എന്നെയും വീണ്ടെടുത്തു. കർത്താവിൻ്റെ കൃപയാൽ ഈ സൗദി അറേബ്യയിൽ വന്ന് ഈ കർത്താവിനെ കണ്ടുമുട്ടുവാനുള്ള ഭാഗ്യം എൻ്റെ ജീവിതത്തിൽ കിട്ടി. ഞാൻ ഏകനായി വിശ്വാസത്തിലേക്ക് ഇറങ്ങി. കർത്താവ് എന്നെ ഇന്നും നിർത്തുന്നു. ഞാൻ കുടുംബമായിട്ടാണ് ഈ ദേശത്ത്. എൻ്റെ ഭാര്യ പേര് സിനി. എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്, 2 ആൺമക്കള്. മൂത്തയാളുടെ പേര് ടൈറ്റസ്, രണ്ടാമത്തെ ആളുടെ പേര് തിമോത്തി. 2 കുഞ്ഞുങ്ങള്. മൂത്തയാള് എന്നോടൊപ്പം തന്നെ സൗദി അറേബ്യയിലുണ്ട്, ഒരു ജോലിയുണ്ട്. രണ്ടാമത്തെ ആൾ പൂനെയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് ഞങ്ങളുടെ കുടുംബപരമായിട്ടുള്ള ഹിസ്റ്ററി. സഹോദരിയും വൈഫും ജോലി ചെയ്യുന്നു, ഞങ്ങൾ 2 പേരും ജോലി ചെയ്യുന്നു. സൗദി അറേബ്യയെ കുറിച്ച് നിങ്ങൾക്കൊക്കെയും അറിവുണ്ടായിരിക്കും. എന്നാൽ ചുരുക്കമായി 1-2 കാര്യങ്ങൾ അതിനെക്കുറിച്ച് ഓർപ്പിച്ചിട്ട് ദൈവം എന്നെ നടത്തിയ വിധങ്ങളെ ഓർത്ത് അതൊന്ന് ദൈവജനത്തിന്റെ നടുവിൽ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കൽ കൂടെ എല്ലാവരെയും സ്നേഹത്തോടെ വന്ദനം ചെയ്യുന്നു. ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ വിവിധ ടൈം സോണിൽ ഇരുന്നു കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ. സ്വാതന്ത്ര്യമില്ലാത്ത ഈ രാജ്യത്ത് സൗദി അറേബ്യയിൽ കർത്താവ് ഞങ്ങളെയൊക്കെയും നിലനിർത്തുന്ന ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ അനേക ദൈവമക്കൾ ഈ സൗദി അറേബ്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കൊണ്ടുകൊണ്ട് അതിന്റെ ഫലമായി സൗദി അറേബ്യയിൽ സുവിശേഷ സ്വാതന്ത്ര്യത്തിന്റെ ഓപ്പണിങ്സ് തുടങ്ങിയിരിക്കുന്നു. വളരെ സ്വാതന്ത്ര്യമുണ്ട്. പഴയ കാലം വളരെ വ്യത്യസ്തമായ രീതിയിൽ ഈ ദിവസങ്ങളിൽ ഈ സമയങ്ങളിൽ ആയിരിക്കുന്നു. പൂർണ്ണമായ ഒരു സ്വാതന്ത്ര്യം ആയിട്ടില്ല എങ്കിലും ദൈവജനത്തിന് ഒത്തിരി സ്വാതന്ത്ര്യം ലഭിച്ചു. ഇതിന് പിന്നിൽ അനേക ദൈവമക്കൾ വില കൊടുക്കേണ്ടി വന്നു. ഒത്തിരി പേർ അടികൊള്ളുകയും ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ഈ രാജ്യത്തുനിന്ന് മടങ്ങി പോകേണ്ടിയും വന്നു. എന്നാൽ അന്ന് മുതൽ ഇന്നുവരെയും ഞങ്ങളെയൊക്കെ ദൈവം നിർത്തുന്നു. ഞങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ സൗദി അറേബ്യയ്ക്ക് വേണ്ടി. സൗദി അറേബ്യ എന്നാന്ന് കണ്ടിട്ടില്ലാത്തവർ, അറിയാത്തവര് സൗദി അറേബ്യയുടെ സുവിശേഷീകരണത്തിന് വേണ്ടി ദൈവസേനയിൽ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതിന്റെ ഫലമായി അത് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവ് എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. 1993 ഈ സൗദി അറേബ്യയിൽ ഒരു ജോലിക്കായി ഏകനായി കടന്നു വരുവാൻ സർവശക്തനായ ദൈവം എനിക്ക് ഭാഗ്യമൊരുക്കി. ഈ രാജ്യത്ത് ഞാനൊരു പാരമ്പര്യ മർത്തോമക്കാരനായി കടന്നു വന്നു. അധികം താമസിയാതെ തന്നെ ഈ കർത്താവിനെ കാണുവാൻ, അറിയുവാൻ എൻ്റെ ജീവിതത്തിൽ ദൈവം ഭാഗ്യമൊരുക്കി തന്നു. ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് വിശ്വാസത്തിലേക്ക് ആദ്യം എന്ന് പറയാൻ പറ്റത്തില്ല, ആദ്യം എന്നെ പരിചയപ്പെടുത്തിയ ദേവദാസനാണ് കർത്താവിൻ്റെ നാമത്തിൽ ഇറങ്ങി തിരിക്കുവാനിടയായത്. പ്രിയ സദ്യ സിസ്റ്റർക്കറിയാം. എന്നാൽ അതിനുശേഷം ഞങ്ങൾക്ക് അതിനുള്ള ഭാഗ്യം ലഭിച്ചു, എനിക്കതിനുള്ള ഭാഗ്യം ലഭിച്ചു. കർത്താവിൻ്റെ കൃപയാൽ ഞങ്ങൾ ഈ രാജ്യത്തായിരിക്കുന്നു. കർത്താവിനെ കണ്ട നാള് മുതൽ എൻ്റെ ജീവിതത്തിൽ
ദൈവം വൻ കാര്യങ്ങളെ ചെയ്തു. അത് എത്ര പറഞ്ഞാലും മതി വരികയില്ല. കർത്താവ് നടത്തുന്ന വിധങ്ങളെ ഓർത്ത് ദൈവത്തിന് മഹത്വം കരേറ്റുവാണ്. ഇന്ന് പകല് ഈ പ്രഭാതയാമത്തില് സൗദി അറേബ്യയുടെ ടൈം ഇപ്പോൾ വെളുപ്പിനെ 4 മണിയാണ്. ഈ ടൈം ഇന്ത്യയില് 6:30, അങ്ങനെ വിവിധ സോണുകളിൽ ഇരുന്നുകൊണ്ട് നമ്മൾ ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ, ഒന്നുകൂടെ പരസഹായമില്ലാതെ ഈ പ്രഭാതം കാണുവാൻ, ഇങ്ങനെ ഒരു സാഹചര്യം മീഡിയയുടെ മുന്നിൽ ഒരുമിച്ചായിരിക്കാൻ വലിയവനായി ദൈവം ഇടയാക്കി തരുന്ന സമയത്തെ ഓർത്ത് ദൈവത്തെ, ആ ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. എന്നെ നടത്തുന്നു. എന്നെ കുടുംബമായി വിദേശത്താക്കി. ഞാൻ ഏകനായി വിശ്വാസത്തിലിറങ്ങി. എന്നാൽ കുടുംബമായി ഞങ്ങളിപ്പോൾ കർത്താവിന് വേണ്ടി ഈ രാജ്യത്ത് അധ്വാനിക്കുന്നു. എന്റെ ജോലിയോട് ബന്ധപ്പെട്ട് ഈ സൗദി അറേബ്യയിൽ കടന്നു വരുവാൻ ഞാൻ ഈ രാജ്യത്തെ കടന്നു വരാനുള്ള ഏജന്റുമായി ഇടപെട്ട് അതിന് അന്നത്തെ കാലത്ത് കുറെ പണം കൊടുക്കേണ്ടി വന്നു. അത് വലിയ 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 ഭാരിച്ച ഒരു ഇതായി കടമായി മാറി. ഏകദേശം 2 വർഷത്തോളം അതിന്റെ പുറകിൽ നടന്നതിന് ശേഷമാണ് എനിക്ക് സൗദി അറേബ്യയിൽ കടന്നു വരുവാനിടയായത്. സൗദി അറേബ്യ എന്ന് പേരുകൊണ്ട് മാത്രം കേട്ടിട്ടുള്ളായിരുന്നു എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ആദ്യം വരുമ്പോൾ ഞാനൊരു ബൈബിളുമായിട്ടൊക്കെയാ വന്നത്. ഒരു മാർത്തോമാക്കാരനാണെങ്കിലും ഒരു ബൈബിളുമായിട്ടൊക്കെയാ വന്നത്. അന്ന് ഈ രാജ്യത്ത് ബൈബിളുമായിട്ട് വരുന്നവരെ കസ്റ്റംസിൽ തന്നെ പിടിക്കും. അവർ നമ്മളെ അവിടെ വെച്ച് തന്നെ അകത്താക്കും. അങ്ങനെയൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടിരിക്കുന്ന നിയമം ഉള്ളപ്പോഴാണ് ഞാൻ അതുമായിട്ട് വരുന്നത്. എന്നാൽ സർവശക്തനായ ദൈവത്തിന്റെ പ്ലാനും പദ്ധതിയും എന്നെക്കുറിച്ച് ഉണ്ടായിരുന്നത് കൊണ്ട് എന്റെ പെട്ടിയൊന്നും അന്നത്തെ കാലത്ത് പോലും ചെക്ക് ചെയ്തില്ല. ഞാൻ അതുമായിട്ട് ഈ രാജ്യത്ത് കാലുകുത്തുവാൻ കർത്താവ് ഇടയാക്കി. ഇവിടെ ഇറങ്ങിയതിന് ശേഷമാണ് ഇവിടെ ജോലി ചെയ്യുന്നവർ പറഞ്ഞപ്പോഴാണ് അറിയുന്നത് ഇവിടെ പള്ളികളില്ല, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നുമില്ല, വളരെ പ്രയാസമാണ്, പുറത്തിറങ്ങാൻ പറ്റുന്നത്, വളരെ സ്ട്രിക്റ്റ് നിയമത്തിന്റെ മറവിൽ ആയിരിക്കുന്നു. ആ സാഹചര്യങ്ങളിൽ സൗകര്യമാർക്കൊന്നും പുറത്തിറങ്ങാൻ പോലും പറ്റത്തില്ല. ഇറങ്ങണമെങ്കിൽ തന്നെ ശരീരം മൊത്തം മൂടുന്ന മുസ്ലിംസ് ഉപയോഗിക്കുന്ന പോലുള്ള ബുർഖ ഉപയോഗിച്ച് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അങ്ങനെയൊക്കെ വളരെ പ്രതികൂലത്തിന്റെ സാഹചര്യത്തിൽ ഇങ്ങനെ ആയിരുന്നപ്പോൾ എൻ്റെ കൂടെ ജോലി ചെയ്ത, എന്നെ ഇവിടോട്ട് വരുവാൻ സഹായിച്ച, ഇപ്പോൾ കർത്താവിന്റെ വേലയിലായിരിക്കുന്ന കർത്താവിന്റെ ദാസൻ മാത്യു PM എന്ന് പറഞ്ഞൊരു ദൈവദാസൻ എന്നോട് മീറ്റിങ്ങിന് വരുന്നോ എന്ന് ചോദിക്കുവാനിടയായി. അപ്പോൾ ഞാൻ ഒരിക്കലുമില്ല, അദ്ദേഹം പെന്തക്കോസ്തുകാരനായതുകൊണ്ട് ഒരിക്കലും ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ പോകില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ പോകുന്നത് എനിക്ക് താല്പര്യമില്ല, എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ അതിനില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുമ്പോൾ 1 ആഴ്ച 2 ആഴ്ച ഞാൻ അങ്ങനെ മാറി. അപ്പോൾ എൻ്റെ ഉള്ളങ്ങളിൽ എവിടെയെങ്കിലും പള്ളിയിൽ പോകണം എന്നുള്ള ഒരു താല്പര്യമുണ്ട്. പക്ഷെ പള്ളികളൊന്നും ഇല്ലാഞ്ഞിട്ട് ഒരു ദിവസം എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാനും വരുന്നു എന്ന് പറയുവാനിടയായി. അങ്ങനെ അദ്ദേഹത്തോടൊപ്പം ആദ്യമായിട്ട് ഒരു പെന്തക്കോസ്ത് കൂട്ടായ്മയില് ഒരു രാത്രി രഹസ്യ പ്രാർത്ഥനയിൽ കടന്നു പോകാനിടയായി. അന്നാണ് ഞാൻ ഇവിടുത്തെ രീതികൾ ആദ്യമായിട്ട് കാണുന്നത്. ഒരു വീടിനകത്തോട്ട് കയറണമെങ്കിൽ അതിന്റെ ഫ്രണ്ട് വാതിൽ പോലെ ഉള്ളിൽ ഒരു കൊച്ചു റൂമായിരിക്കും പ്രാർത്ഥനാ മുറിയായിട്ട് എല്ലാവരും അറേഞ്ച് ചെയ്യുന്നത്. ഏകദേശം ഒരു 4 വാതിലെങ്കിലും കടന്നെങ്കിലേ അതിനകത്ത് കയറാൻ പറ്റത്തുള്ളൂ. അത് മൊത്തം 4 ഭിത്തിയും മൊത്തം പാക്ക് ചെയ്ത് എയർ ടൈറ്റ് ആക്കിയ റൂമുകളാണ്. അതിനകത്ത് കയറി കഴിഞ്ഞാൽ പുറത്തിറങ്ങാനൊക്കത്തില്ല. അങ്ങനെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു റൂമിനകത്താണ് ചെന്ന് പ്രാർത്ഥിക്കുന്നത്. പക്ഷെങ്കിൽ ദൈവമക്കളെ, നിങ്ങൾക്കാരും സൗദി അറേബ്യയുടെ എക്സ്പീരിയൻസ് ഉള്ളവരുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, എങ്കിലും പറയട്ടെ. അന്നത്തെ ഈ ആരാധനകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അടച്ചു പൂട്ടി അതിനകത്ത് കയറി കഴിഞ്ഞാൽ കൊച്ചുമുല കുടിക്കുന്ന കുഞ്ഞുങ്ങൾ വരെ ഉണ്ട്. ഈ ഒരു AC മാത്രമേ കാണത്തുള്ളൂ. എല്ലാരും കൂടി ഇരിക്കുമ്പം ചൂട്. 10, 100, 120 പേര് ഒരു കൊച്ചു റൂമിനകത്ത് തിങ്ങിയിരിക്കും. ഒരു ഒരു ഒരു
ഒരു മുട്ടുസൂചി കുത്താൻ ഇടയില്ല എന്ന് പറയുന്ന പോലെ ഫുൾ പാക്കഡ് ആയിരിക്കും ആൾക്കാരെ കൊണ്ട്. എല്ലാരും മുട്ടുമേലെ ഇരിക്കാനുള്ള സ്ഥലമുള്ളൂ. ഒരാൾ കുലുങ്ങിയ എല്ലാവരും കുലുങ്ങും. ആ വിധത്തിൽ ടൈറ്റ് ആയിരിക്കുന്ന റൂമിനകത്താണ് ഞാൻ ആദ്യമായിട്ട് കയറുന്നത്. എന്നാണ് ഇവിടുത്തെ രീതികളൊക്കെയും ഞാൻ കാണുന്നതും അറിയുന്നതും. സർവശക്തനായ ദൈവത്തിന്റെ ആ വലിയ സ്നേഹമാണ് ഞാനൊന്ന് വിവരിച്ചെന്നേ ഉള്ളൂ. അങ്ങനെ ദൈവത്തെ ആരാധിക്കാൻ ഞാൻ ആദ്യം ഒരു വ്യാഴാഴ്ച രാത്രിയിലാണ് വരുന്നത്. ദൈവമക്കളുടെ സ്നേഹം, എല്ലാവരും കൂടെ എന്നെ സ്നേഹിക്കുന്ന സ്നേഹമൊക്കെ എനിക്ക് വലിയൊരു അത്ഭുതമായി തോന്നി. അങ്ങനെ പിറ്റേ ദിവസം വെള്ളിയാഴ്ച ദിവസമാണ് ഇവിടുത്തെ സഭായോഗം നടക്കാറുള്ളത്. ഇന്നും അങ്ങനെ തന്നെ വെള്ളിയാഴ്ചയാണ്. ഇവിടുത്തെ പബ്ലിക് ഹോളിഡേയ്സ് വരുന്നത് ഫ്രൈഡേ ആയതുകൊണ്ട് ഫ്രൈഡേ ദിവസമായി ഇന്നും ഇവിടുത്തെ ആരാധനകൾ നടക്കുന്നത്. ഇന്നും ഇവിടെ സുവിശേഷ സ്വാതന്ത്ര്യമില്ല. എന്നാൽ ആ പഴയ രീതികളൊക്കെ മാറി ഓപ്പണായി സ്വാതന്ത്ര്യത്തോടെ പോകാനും വരാനും സൗകര്യമാർക്ക് ഏത് വസ്ത്രം വേണമെങ്കിലും ധരിക്കാം, വാഹനം ഓടിക്കാം, ഓഫീസുകളിൽ ജോലി ചെയ്യാൻ പറ്റുന്നു. ഇതിനൊന്നും സ്വാതന്ത്ര്യമില്ലായിരുന്നു. ഇന്ന് ഇതൊക്കെയും ഓപ്പണായി. ഇവിടുത്തെ രാജാവ് അതിനുള്ള അനുമതി തന്നു. കർത്താവിന്റെ വരവ് താമസിക്കുകയാണെങ്കിൽ 2025 സ്തോത്രം സുവിശേഷത്തിന്റെ പൂർണ്ണമായ ഒരു സ്വാതന്ത്ര്യം ഈ ദേശത്ത് വരും. ഞങ്ങൾ അതിനായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ പ്രഭാതത്തിൽ പ്രയർ ലൈനിലുള്ള എല്ലാവരുടെയും പ്രാർത്ഥന ആ കാര്യത്തിൽ ആവശ്യപ്പെടുകയാണ്. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയും ഞങ്ങൾ അപേക്ഷിക്കുന്നു. അന്നു മുതൽ ദൈവത്തെ ആരാധിക്കുവാൻ സർവശക്തനായ ദൈവം എനിക്ക് ഭാഗ്യമൊരുക്കി. വെള്ളിയാഴ്ച എൻ്റെ 2ാം ദിവസം വെള്ളിയാഴ്ച വിശുദ്ധ സഭായോഗമാണ്. നമ്മുടെ നാട്ടിലെ പോലെ ഇവിടെ വലിയ വലിയ കൂട്ടായ്മകളൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ കൊച്ചു റൂമിനകത്ത് കയറി വരുന്നത്. സൗകര്യന്മാരൊക്കെയും ഡ്യൂട്ടിയിലായിരിക്കും. 12 മണിക്കൂർ ജോലിയുള്ളവരാണ് എല്ലാവരും. അതുകൊണ്ട് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് പ്രാർത്ഥനയ്ക്ക് ഓടി വരും. ഇങ്ങനെയൊക്കെയാണ്. വലിയ സ്ട്രിക്റ്റ് ആയിരിക്കുന്ന നിയമത്തിൽ ഞങ്ങളായിരുന്നപ്പോൾ ആദ്യമായിട്ടാണ് ഞാനൊരു സഭായോഗത്തിൽ അറ്റൻഡ് ചെയ്യുന്നത്, അതും പെന്തക്കോസ്ത് കൂട്ടായ്മയിൽ. എന്നെ അറിയാവുന്ന ഒരു മനുഷ്യരും അവിടെ ഇല്ല. എന്നെ ഇവിടെ വരുവാൻ സഹായിച്ച, ഞാൻ മുമ്പേ പറഞ്ഞ കർത്താവിന്റെ ദാസൻ ഉണ്ട്. പക്ഷെ അദ്ദേഹത്തിന് എന്നെ നാട്ടിൽ വെച്ച് എന്നെ പരിചയമില്ല. ഇവിടെ വന്നുള്ള പരിചയം മാത്രമേ ഉള്ളൂ. ഒരു ദിവസത്തെ പരിചയം മാത്രമേ ഉള്ളൂ. ഞാൻ ആ കൂട്ടായ്മയിൽ ഇരിക്കുമ്പോൾ സാക്ഷി പറയണമെന്നൊക്കെ അന്ന് ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ കാണുന്നത്. സാക്ഷി പറയുവാനായിട്ട് സമയം അനുവദിച്ചോ, ഓരോരുത്തരായി എഴുന്നേറ്റ് സാക്ഷി പറഞ്ഞ ഒരിക്കൽ ലാസ്റ്റിൽ ഞാനായി. മറ്റെല്ലാവരും എഴുന്നേറ്റ് സാക്ഷി പറഞ്ഞതിന് ശേഷം ഞാൻ സാക്ഷി പറയുന്നു എന്നുള്ള രീതിയിൽ അന്നത്തെ ശുശ്രൂഷകനായിരിക്കുന്ന, ഞങ്ങൾ ഫിലിപ്പിച്ചാൻ എന്ന് വിളിക്കുന്ന ഇന്നത്തെ പെരുമ്പെട്ടിക്കാരനായ സാംകുട്ടി എന്ന് പറഞ്ഞ ദേവദാസനാണ് ഞങ്ങളുടെ പാസ്റ്റർ അന്നത്തെ. അദ്ദേഹം എന്നെ ഒന്ന് നോക്കിയപ്പോൾ ഞാൻ അറിയാതെ അങ്ങ് എഴുന്നേറ്റ് പോയി. എനിക്കറിയത്തില്ല എന്തു പറയണമെന്നോ. അതുവരെയും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, കണ്ടിട്ടില്ല. ഞാൻ എഴുന്നേറ്റു. എന്ത് പറഞ്ഞെന്ന് ഇന്ന് ചോദിച്ചാലും എനിക്കറിയത്തില്ല. മുട്ടു വിറച്ച് കൂട്ടിയിടിച്ച് എന്തോ പറഞ്ഞ് ഞാൻ ദൈവസന്നിധിയിൽ ഇരിക്കുവാനിടയായി. ദൈവമക്കളുടെ ബലത്തിനായി ഞാൻ പറയട്ടെ, ജീവനുള്ളൊരു ദൈവമുണ്ടെന്നും മനുഷ്യൻ നമ്മെ കാണുന്ന ഒരു ദൈവമുണ്ടെന്നും സംസാരിക്കുന്ന ഒരു ദൈവമുണ്ടെന്നും നമ്മെ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നമ്മുടെ നിരൂപണമൊക്കെയും ദൂരത്ത് നിന്ന് അറിയുന്ന ഒരു ദൈവമുണ്ടെന്നും ഞാൻ അന്ന് അനുഭവിക്കുവാനിടയായി. വലിയ അത്ഭുതം എന്നെക്കുറിച്ച് അദ്ദേഹം പ്രവചനാത്മാവിൽ വിളിച്ചു പറയാൻ തുടങ്ങി. ഞാൻ ആദ്യമായിട്ട്, എല്ലാം എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഞാൻ കേട്ടിട്ടില്ല പ്രവചനം എന്ന് പറയുന്നത് പോലും ഞാൻ അറിഞ്ഞിട്ട് പോലുമില്ല. എന്നാൽ അന്നാണ് ഞാൻ ഈ പ്രവചനം ആദ്യമായിട്ട് കേൾക്കുന്നത്. അങ്ങനെ എന്നെ അത് വിശ്വസിപ്പിക്കാൻ വേണ്ടി ഞങ്ങളുടെ ബസ് വന്ന് ഇറങ്ങുന്ന ആ ദേശത്തു നിന്ന്, തലവടി എന്ന ദേശത്തു നിന്ന് ഏകദേശം 1 കിലോമീറ്ററോളം നടക്കണം ഞങ്ങളുടെ വീട്ടിലോട്ട്. ഇന്നിപ്പം വണ്ടിയൊക്കെ വരും, അന്ന് വണ്ടിയൊന്നും വരത്തില്ലായിരുന്നു. ആ വീട്ടിലേക്ക് വരുന്ന സ്റ്റാർട്ടിങ്, ആ ബസ് ഇറങ്ങുന്നിടം മുതൽ ഞങ്ങളുടെ വീടിരിക്കുന്നതും ഞങ്ങളുടെ വീടിന്റെ ചുറ്റുപാടുമുള്ള 4 ദിക്കിലെ അതിരുവശത്തുള്ള വീട്ടുകാരെ കുറിച്ചും, എന്തിനേറെ പറയുന്നു, ഓരോ മരത്തെക്കുറിച്ചും എന്നോട് പ്രവചനാത്മാവിൽ പ്രവചിക്കാൻ തുടങ്ങി. ഏകദേശം 1/4 മണിക്കൂറുകൾ എന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടി
ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞപ്പോൾ എൻ്റെ ഉള്ളം വളരെ സന്തോഷിക്കാനിടയായി. ഇതാദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ, പ്രിയമുള്ളവരെ, അതെൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. അതെന്നെ വളരെ ദൈവത്തോട് അടുപ്പിക്കാനിടയായി. അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ ഒരു മീറ്റിങ്ങും മുടങ്ങിയിട്ടില്ല. ഒറ്റ സഭായോഗം, ഞാൻ എവിടെയെങ്കിലും യാത്രയിലായിരുന്നപ്പോൾ മാത്രമുള്ള സഭായോഗമല്ലാതെ ഇന്ന് വരെ ദൈവകൃപയാൽ ഞാനൊരു സഭായോഗം മുടക്കിയിട്ടില്ല. കർത്താവ് എന്നെ സ്നേഹിച്ചു, കർത്താവ് എന്നെ വിളിച്ചു, വേർതിരിച്ചു. അങ്ങനെ ഞാൻ സഭയിൽ ആരാധനയ്ക്ക് പോകാൻ ഒരുങ്ങി. ഞാൻ ആയിരിക്കുന്ന സഭയിൽ വർഷത്തിന്റെ അവസാന മാസം, ഡിസംബർ മാസം 1 മുതൽ 31 വരെ എല്ലാ വർഷവും ഉപവാസ പ്രാർത്ഥന വയ്ക്കാറുണ്ട്. അന്ന് ഞാൻ ആ ചെല്ലുന്ന വർഷം 93 ആഗസ്റ്റ് 7 ഞാൻ സൗദി അറേബ്യയിൽ എത്തുന്നത്. അന്ന് 1-2 ആഴ്ച പോകാതിരുന്നതിന് ശേഷം തുടക്കമിട്ട അന്ന് മുതൽ പോകുമ്പോൾ ആ വർഷത്തെ 93 ഡിസംബറിൽ നടക്കുന്ന ഉപവാസ പ്രാർത്ഥന 31 ദിവസം. അന്നത്തെ ദേവദാസം പറയുന്ന ഇങ്ങനായിരുന്നു: 12-1 ദൈവത്തിന് വേണ്ടി, 11 മാസം നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചു, ഓടി ജോലി ചെയ്തു. ഇനി 12-ാം മാസം ദൈവത്തിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥനയിൽ അറ്റൻഡ് ചെയ്യണമെന്നുള്ള, അങ്ങനെ ഞാൻ അറ്റൻഡ് ചെയ്യുവാൻ തുടങ്ങി. പ്രിയ ദൈവമക്കൾ വിശ്വസിക്കത്തില്ല, ദൈവത്തിന്റെ ആത്മാവ് അതിശക്തമായിട്ട് ദൈവസഭയോട്, ദൈവജനത്തോട് ഇടപെടുന്ന ഒരു കാലയളവായിരുന്നു. അതിൻ്റെ ആ കാലയളവിൽ ആ ദൈവദാസൻ എന്നോടിങ്ങനെ പറയുവാനിടയായി: നീ ദൈവസന്നിധിയിൽ നിന്നെ തന്നെ സമർപ്പിക്കുകയാണെങ്കിൽ അടുത്ത 3 ദിവസത്തിനുള്ളിൽ അടയാളമായി ഞാൻ നിന്നെ അന്യഭാഷ അടയാളത്തോട് സംസാരിപ്പാൻ തന്നെ നിന്നെ യോഗ്യനാക്കി തീർക്കുമെന്ന്. എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ എന്നെ തന്നെ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുന്നു എന്ന് പറയുവാനിടയായി. 3 ദിവസം ഞാൻ എണ്ണി നോക്കി. 3 ദിവസത്തിനുള്ളിൽ ഞാൻ അഭിഷേകം പ്രാപിക്കുക. എല്ലാവരും അഭിഷേകത്തിൽ ആരാധിക്കുന്ന കാണുമ്പം എനിക്ക് വലിയ കൊതിയ. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം തീ പോലെ കത്തി 100 എന്ന് പറഞ്ഞ് നിൽക്കുന്ന സാഹചര്യങ്ങളാണ്. അന്നേരം എനിക്കത് പ്രാപിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ പുറത്ത് പറയുന്നില്ല. എൻ്റെ പ്ലാന് ഒരു കല്യാണമൊക്കെ കഴിച്ചതിന് ശേഷം പിന്നീട് കർത്താവിനെ അറിഞ്ഞ് ജീവിക്കാം, അല്ലെങ്കിൽ ശാനപ്പെട്ട് ജീവിക്കാം. ഇതൊക്കെയായിരുന്നു മാനുഷികമായിട്ടുള്ള എൻ്റെ കണക്കൂട്ടലുകൾ. എന്നാൽ ഞാൻ 3 ദിവസം അങ്ങനെ പറഞ്ഞു. എന്നാൽ ആ സ്വർഗത്തിലെ ദൈവം അത് അംഗീകരിച്ചില്ല. 3 ദിവസം കഴിഞ്ഞ് 4-ാം ദിവസം വീണ്ടും ഇതേപോലെ ഒരു വെള്ളിയാഴ്ച സഭായോഗമായി, സാക്ഷ്യത്തിന്റെ സമയമായി. സ്തോത്രം. ഞാൻ സാക്ഷ്യത്തിന്റെ സമയമായപ്പോൾ ആരുടെയും ഒരു പ്രേരണയില്ലാതെ ഞാൻ തനിയെ എഴുന്നേറ്റ്, സാക്ഷി പറയാൻ പ്ലാനിങ് ഒന്നുമില്ല, എന്ത് പറയണമെന്ന് അറിയത്തൊന്നുമില്ല. പക്ഷെങ്കിൽ ഇവിടെ എല്ലാ ആഴ്ചയും പറയേണ്ടത് കൊണ്ട് എഴുന്നേക്കാമെന്ന് വിചാരിച്ച് എഴുന്നേറ്റതാ. പക്ഷെങ്കിൽ ഞാൻ അറിയാതെ എൻ്റെ ദൈവം എന്നെ കൊണ്ട് പറയിപ്പിക്കുവാനിടയായി. ഞാൻ എൻ്റെ കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കുന്നു. എനിക്കവനെ ജലത്തെ സാക്ഷീകരിച്ച് അവനെ സാക്ഷിയായി ജീവിക്കണം. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുവാൻ ഞാൻ ഇടയായി. ഞാനിത് വായിക്കൊണ്ട് ഏറ്റുപറഞ്ഞു: പ്രിയമുള്ള ദൈവമക്കളെ, ദൈവം വിശ്വസ്തനാണ്. ആ വെള്ളിയാഴ്ച രാത്രി സഭായോഗമില്ല. ശനിയാഴ്ച വീണ്ടും ഉപവാസ പ്രവർത്തനം കണ്ടിന്യൂ നടക്കുകയാണ്. ഞാനും ആ മീറ്റിങ്ങിൽ പോയിരിക്കുകയാണ്. ദൈവത്തിന്റെ മഹത്വമുള്ള ഭുജം എന്നിലേക്ക് ഇറങ്ങി വരുവാനിടയായി. ഇന്ന് ഞാനത് വളരെ വ്യക്തമായിട്ട് ഓർക്കുന്നു. കഴിഞ്ഞ 30 വർഷമായിട്ട് ദൈവം എന്നെ നിറച്ചു. പിറ്റേ ദിവസത്തെ മീറ്റിങ്ങില് നമ്മൾ ഏറ്റവും മുന്നിലാണ് പോയിരിക്കുന്നത്. നാട്ടിലെ പോലൊന്നുമല്ല. ഇവിടെ മുന്നിലിരിക്കാൻ എല്ലാവർക്കും താല്പര്യം. മുൻനിരയിലേക്ക് കൊച്ചു പിള്ളേരെ പോലെ ഇടിച്ചിടിച്ച് മുന്നിൽ കയറിയിരിക്കും. ഇവിടെ കൊച്ചു പിള്ളേരൊന്നുമില്ല. കൊച്ചു പിള്ളേർക്ക് വേണ്ടി ലൈന് മാറ്റി വെക്കാറുമില്ല. അഥവാ ഉണ്ടെങ്കിൽ മാതാപിതാക്കളുടെ മടിയിൽ തന്നെ ഇവരിയ്ക്കും. അതിനുള്ള സ്ഥലമേ ഉള്ളൂ. കൊച്ചു റൂമുകളല്ലേ. അങ്ങനെ മുന്നിൽ പോയിരുന്നു. ഒരു നിരയിൽ ഞങ്ങൾ 9 പേരായിരിക്കുന്നത്. 9 പേരും എല്ലാവരും മുട്ടുമേല ഇരിക്കാനൊക്കത്തുള്ളൂ. അങ്ങനെ ഇരുന്ന് പാട്ട് പാടി, ഒരു ചാൻസ് പാടി. അപ്പോഴത്തേക്ക് ഓരോരുത്തരും ആത്മാവിൽ നിറയാൻ തുടങ്ങി, ആരാധിക്കാൻ തുടങ്ങി. അത്ഭുതമെന്ന് പറയട്ടെ, ഞാനങ്ങ് ആത്മാവിൽ നിറയുക.
എന്നെ പിടിച്ചാൽ നിർത്താൻ വയ്യാത്തതുപോലെ ആത്മാവിന്റെ വലിയ സാന്നിധ്യം എന്നിലേക്ക് ഇറങ്ങി വന്ന് ഞാൻ ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കുവാനിടയായി. ഞാൻ ആരാധിച്ചു. ആ ലൈനിലിരുന്ന 9 പേരും ഒറ്റ രാത്രി ഞങ്ങൾ ഒരുമിച്ച് അഭിഷേകം പ്രാപിച്ചു. പ്രിയമുള്ളവരെ, ആ അഭിഷേകത്തിനെത്തി ഇന്നും ആ സഭ നയിക്കുന്ന ഞാനാണ്. അന്ന് ഞാനൊരു മർത്തോമക്കാരനായി വന്നു. ഇന്ന് ഞാൻ ആ സഭയുടെ ശുശ്രൂഷകനാണ്. ആ ദൈവത്തിന്റെ ദാസൻ എന്നെ സ്ഥാനപ്പെടുത്തി. തന്റെ ആദ്യത്തെ സ്ഥാനാർത്ഥി ഞാനാണ്. എന്നെ സ്ഥാനപ്പെടുത്തി. അദ്ദേഹം ഈ സൗദി അറേബ്യ വിട്ടു പോകുമ്പോൾ എന്നെ ആ സഭയെ ഏൽപ്പിച്ചു. ദൈവകൃപയാൽ ഇന്നും ഞാൻ ആ സഭ നയിക്കുന്നു. ഏകദേശം 10-80 പേരോളം കടന്നു വരുന്ന ഒരു സഭയായി ആ സഭയെ നയിക്കുവാനുള്ള കൃപ ദൈവം എനിക്ക് തരുന്നു. ഞാൻ ആ സഭയെ നടത്തുന്നു. കർത്താവിന്റെ കൃപയാൽ ഞങ്ങൾ കുടുംബമായിട്ട് ഇപ്പോൾ ഈ സൗദി അറേബ്യയിൽ കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. കർത്താവ് ഞങ്ങളെ നടത്തുന്നു. അന്നു മുതൽ ദൈവം ഇന്ന് വരെ എന്നെ നടത്തി. അങ്ങനെ ഒത്തിരി അനുഭവങ്ങളിൽ കൂടെ ദൈവം ഞങ്ങളെ നടത്തുകയാണ്. ഇന്നും ഞങ്ങൾ ആ സഭയായിട്ട് 30 ദിവസം എന്നുള്ളത് 40 ദിവസം ഉപവാസ പ്രാർത്ഥനയാക്കി ഞങ്ങൾ തുടരുന്നു. ഇന്ന് ഉപവാസം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ 26-ാം ദിവസമാണ് ഇന്ന്. ഞാൻ 40 ദിവസം പൂർണ്ണമായി ഉപവാസത്തിലാണ്. ഇന്ന് 26-ാം ദിവസം. കഴിഞ്ഞ ദിവസം ഞാൻ ഇതുപോലെ ഈ ലൈനിൽ ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ മീറ്റിംഗ് കഴിഞ്ഞ് വന്ന് ലേറ്റായി കടന്നു ഉറങ്ങിപ്പോയി. എനിക്ക് ഈ പ്രഭാതത്തിൽ 4 മണിക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. എന്നാൽ ഇന്ന് പോകാൻ ഞാനതൊക്കെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ഇന്ന് നേരത്തെ തയ്യാറായി തന്നെ ഇരുന്നു. സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. അങ്ങനെ ദൈവത്തിന്റെ കൃപയാൽ ഇന്നും ദൈവം ഞങ്ങളെ നടത്തുന്നു. സൗദി അറേബ്യ ഞാനും കുടുംബമായിട്ടായിരിക്കുന്നു. ഞങ്ങൾ സഭയായിട്ടായിരിക്കുന്നു. ഇന്ന് ഈ സൗദി അറേബ്യയിൽ റിയാദ് പട്ടണത്തിൽ തന്നെ സ്തോത്രം, സ്വാതന്ത്ര്യമില്ലാത്ത ദേശത്ത് ഏകദേശം 125 സഭകളുണ്ട്. 125 പെന്തക്കോസ് കൂട്ടായ്മകൾ ഈ സൗദി അറേബ്യയിലുണ്ട്. എല്ലായിടത്തും 10-ഉം 40-ഉം 60-ഉം 100-ഉം പേര് കൂടുന്ന സഭകൾ വരെ ഉണ്ട്. കൃപയാൽ ദൈവത്തിന്റെ മഹത്വം ഈ സൗദി അറേബ്യയിൽ സ്വരം വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പഴയ നിയമങ്ങൾ മാറി സ്വാതന്ത്ര്യത്തിന്റെ വാതിലുകൾ തുറന്നുകൊണ്ടിരിക്കുന്നു. സർവശക്തനായ ദൈവത്തിന്റെ ശ്രേഷ്ഠമേറിയ മഹത്വമേറിയ നാമം എത്ര വിലയേറിയത്! നമ്മെ സ്നേഹിക്കുന്ന ദൈവം ഇന്നും ജീവിക്കുന്നു എന്ന് പറയുവാൻ വലിയവനായ ദൈവത്തോട് ഇടയാക്കുന്നതിനായി ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രിയമുള്ളവരെ, നിങ്ങളുടെ എല്ലാവരെയും വിലയേറിയ പ്രാർത്ഥന വീണ്ടും ഞാൻ അപേക്ഷിക്കുകയാണ്. സൗദി അറേബ്യയിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടണം. സൗദി അറേബ്യ എന്ന് പറയുന്ന രാജ്യം, ഹല്ലേലൂയ, സ്തോത്രം, ഇതിന്റെ ഹിസ്റ്ററിയൊക്കെ ഇപ്പം വെളിപ്പെട്ട് വരുന്നുണ്ട്. പണ്ട് സ്വാതന്ത്ര്യത്തിന് അല്ലെ ക്രിസ്ത്യാനിറ്റിയുടെ ഒരു രാജ്യമായിരുന്നു. സ്തോത്രം, മോശയും കൂട്ടരും നടന്ന സ്ഥലം, ഇസ്രായേൽ കടന്നുപോയ സ്ഥലം, അതിൻ്റെയൊക്കെ അടയാളം ഇവിടെ ഉണ്ട്. ഒത്തിരി ചരിത്രങ്ങൾ അടങ്ങുന്ന ഒരു രാജ്യമാണ് സൗദി അറേബ്യ. സ്തോത്രം, കർത്താവിന്റെ നാമം ഈ ദേശത്ത് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കർത്താവ് ഞങ്ങളെ നടത്തുന്നു. കർത്താവ് ഞങ്ങളെ നിർത്തുന്നു. ഹല്ലേലൂയ. ഈ സ്വാതന്ത്ര്യമില്ലാത്തടത്തും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ദൈവം ഞങ്ങളെ പ്രാപ്തരാക്കുന്നു. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ പ്രാർത്ഥന ഞാൻ ആവശ്യപ്പെടുകയാണ്. ആവർത്തിച്ച് ഞാൻ ആവശ്യപ്പെടുന്നത് അനേക ദൈവമക്കളുടെ പ്രാർത്ഥനയാണ് ഈ രാജ്യത്തെ ഞങ്ങളെയൊക്കെ നിർത്തിയിരിക്കുന്നത്. ഈ രാജ്യത്ത് എല്ലാവരും കടന്നു വന്ന് ഒരു ജോലിക്കായി കടന്നു വന്നിട്ട് അല്ലല്ലയാ, നിങ്ങൾ സൂത്രം അല്ലല്ലയാ, സൂത്രം, ആരോടും സങ്കടം പറയുവാനില്ല. കഷ്ടിച്ച് ഒരു നേരത്തെ അല്ലല്ലയാ ആഹാരം കഴിച്ചുകൊണ്ട് വളരെ ബുദ്ധിമുട്ടിക്കൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. ജോലിയിൽ പ്രയാസങ്ങൾ, സഹായിപ്പാൻ ആരുമില്ല, തുച്ഛമായ ശമ്പളം, സൗദി അറേബ്യയിൽ നിന്ന് ആണെന്നും സാഹചര്യങ്ങളൊന്നും ആർക്കും അറിയത്തില്ല. ദേശത്ത് വരുമ്പോൾ എല്ലാവരും വലിയ മാന്യതയിൽ കൂടെ നടക്കും. എന്നാൽ എല്ലാവരുടെയും പ്രയാസത്തൂടെ കടന്നു പോകുമ്പോൾ വളരെ ഭയപ്പെട്ട് ജോലി ചെയ്യുക. ജോലി നഷ്ടപ്പെട്ടാൽ മടങ്ങിപ്പോകാൻ ബുദ്ധിമുട്ട്. അല്ലെങ്കിൽ ഭരിച്ച തുകകൾ കൊടുത്ത് ഈ ദേശത്തേക്ക് വന്നിരിക്കുമ്പോൾ അതിനകത്ത് പിടിച്ചു നിൽക്കുവാൻ വേണ്ടി കഷ്ടം സഹിച്ച് കഴിയുന്നിടത്തോളം എല്ലാ പീഡനങ്ങളും ഏറ്റ് ജോലിയിൽ നിൽക്കുന്നവരായിരുന്നു ഇവിടെയുള്ള ദൈവത്തിന്റെ ജനം. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു ആശ്വാസം ഈ പ്രാർത്ഥനാ മണ്ഡലം മാത്രമായിരുന്നു.
ആരോട് പറയാനാ സങ്കടം? ആരോടും പറയാൻ പറ്റത്തില്ല. എല്ലാവരും ഒന്നിനൊന്നിനിങ്ങനെയുള്ള പ്രയാസമുള്ളവരാണ്. എന്നാൽ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ എല്ലാം മറന്ന്, നിങ്ങളാരും വിശ്വസിക്കത്തില്ല, ഞങ്ങളുടെയൊക്കെ ആരാധന അന്നത്തെ കാലത്ത് രാവിലെ 8 മണിക്ക് ആരംഭിക്കും. 8 മണിക്ക് ആരംഭിച്ചു കഴിഞ്ഞാൽ 2 മണി 3 മണി ടൈമൊന്നുമില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നത് പോലെ അങ്ങ് പോവുകയാ. വ്യാഴാഴ്ച രാത്രികളിൽ മീറ്റിംഗ് രാത്രി 8 മണിക്ക് തുടങ്ങിയാൽ രാവിലെ 5 മണിക്കാണ് നിർത്തുന്നത്. ഇതിനിടയിൽ ജോലിയുള്ളവർ കടന്നു പോകും, ജോലിയില്ലാത്തവർ അവിടെ ഇരിക്കും. ഇങ്ങനെ രാത്രി മുഴുവൻ പാടിയും ആരാധിച്ചും നേരം വെളുപ്പിക്കും. നേരം വെളുത്ത് 5 മണിയാകുമ്പോൾ പ്രഭാത പ്രാർത്ഥന നടത്തിയിട്ട് പിന്നെ അടുത്ത ഞങ്ങളുടെ പരിപാടി, അടുത്ത സഭായോഗത്തിന് ഒരുങ്ങുന്നതിന് മുമ്പ് സഭായോഗത്തിന് വരുന്ന എല്ലാവർക്കും ഭക്ഷണം കൊടുത്തിട്ടേ അന്നും വിടത്തുള്ളൂ, ഇന്നും വിടത്തുള്ളൂ. അശ്വത്രമല്ല, എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കും. ഞങ്ങൾ തന്നെയാണ് ഉണ്ടാക്കുന്നത്, പുറത്തൊന്നും മേടിക്കാനൊക്കത്തില്ല. ഭക്ഷണം കൊണ്ടിരുന്ന കണ്ടാൽ പിടിക്കും. അതുകൊണ്ട് തന്നെത്താൻ ഭക്ഷണം ഉണ്ടാക്കും. ഈ വരുന്ന ജനത്തിന് മുഴുവൻ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും. എന്നിട്ടാണ് രാത്രി മുഴുവൻ ഉറങ്ങാതെ വീണ്ടും സഭായോഗം. ഇന്നും അങ്ങനെ തന്നെ തുടരുന്നു. കർത്താവ് അതിനൊക്കെ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുന്നു. എല്ലാത്തിനും ദൈവത്തോട് നന്ദി പറയാൻ. കർത്താവിന്റെ സ്നേഹം ഓർക്കുമ്പോൾ എത്ര സ്തുതിച്ചാലും മതി വരികയില്ല. അതുപോലെ സർവശക്തനായ ദൈവം ഈ സൗദി അറേബ്യയിൽ തന്റെ മക്കളെ പരിപാലിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. ഞാൻ ഇത്രത്തോളം പറഞ്ഞത് അല്ലല്ല ഞങ്ങളുടെ ആരുടെയും കഴിവിനെ കുറിച്ചല്ല. ജീവനുള്ളൊരു ദൈവമുണ്ടെന്ന് ജീവിതത്തിൽ വ്യക്തമായി കണ്ടും അനുഭവിച്ചുമാണ് ഞങ്ങൾ ഓരോരുത്തരും ഇവിടെ ആയിരിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ തന്നെ എനിക്ക് പറയുവാൻ ഒത്തിരി ഉണ്ട്. കർത്താവിൻ്റെ വേലയിൽ ഇങ്ങനെ ആയിക്കഴിഞ്ഞതിന് ശേഷം അല്ലല്ല സ്തോത്രം നമ്മളെ പിന്തുടരുന്ന ആൾക്കാർ ഒത്തിരി പേരുണ്ട്. രഹസ്യമായിട്ടാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്, പരസ്യമല്ലല്ലോ. പല ആവർത്തി അതിനുള്ള സുതരം ഭീഷണികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരു ഭീഷണിയും മാത്രം ഞാൻ പറയാം. സുതരം ഞങ്ങളിവിടെ വാടകയ്ക്ക് വീടെടുത്ത് ഇങ്ങനെ താമസിക്കുന്ന വീടിനകത്ത് തന്നെ ഒരു മുറിയാണ് ഈ ആരാധനയ്ക്കായി ഞങ്ങൾ ഉപയോഗിക്കാറുള്ളത്. ഒരു ദിവസം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു ദൈവദാസനും കൂടെ എന്നെ അറിയിക്കുവാനിടയായി. ഞാൻ പാർക്കുന്ന ആ വീട് മാറിക്കോ, ഇവിടെ നിൽക്കരുത് എന്ന് ഒരു മുന്നറിയിപ്പ് തരുവാനിടയായി. വളരെ ഞെരുങ്ങിയാണ് ഈ വാടക കൊടുക്കുന്നത് തന്നെ. ഈ വാടക കൊടുത്തു 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ദൈവാത്മാവ് ഇങ്ങനെ പറയുന്നത്. ഇത് കേട്ടപ്പോൾ സുതരം വലിയ വിഷമമായി. കർത്താവ് എങ്ങനെ മാറും? അടുത്തൊരു വീടെടുക്കണമെങ്കിൽ ഇത്രയും പണം എവിടുന്നുണ്ടാക്കും? ഇങ്ങനെയുള്ള വലിയ ചിന്താഭാരത്തോട് രാത്രി മുഴുവൻ ഇരുന്ന് പ്രാർത്ഥിച്ചു, ഒത്തിരി പ്രാർത്ഥിച്ചു. വളരെ പേടിയുള്ളൊരു ദേശമാണ്. പേടിച്ചാൽ തല കാണത്തില്ല. ഇങ്ങനെയൊക്കെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വീട് മാറുന്ന കാര്യം വലിയ ബുദ്ധിമുട്ട്. ദൈവത്തോട് മല്ലുപിടിച്ചു. കർത്താവെ, അടുത്ത റിന്യൂവൽ വരുമ്പോൾ മാറിക്കോളാം എന്ന് ദൈവസന്നിധി പറഞ്ഞു. എല്ലാ പ്രാർത്ഥനയിലും ഇത് പറയും. അതുവരെ ഒന്ന് ക്ഷമിക്കണമേ. കാരണം പൈസ കയ്യിലില്ല, വേറൊരു വീടെടുക്കാനുള്ള സാമ്പത്തിക ധൈര്യവും അതിനുള്ള ആസ്തിയോ ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ പറഞ്ഞു. പ്രിയമുള്ളവരെ, നിങ്ങളാരും വിശ്വസിക്കത്തില്ല. ദൈവം ആ പ്രാർത്ഥന കേട്ടു. കൂടെയുള്ള ദൈവജനവും പ്രാർത്ഥിക്കും. എല്ലാവരും പ്രാർത്ഥിച്ചു. അടുത്ത റിന്യൂവൽ ആയപ്പോൾ 6 മാസമാണ് ഇവിടുത്തെ വീടുകൾ റിന്യൂ ചെയ്യുന്നത്. 6 മാസം അങ്ങനെ താമസിച്ച് 6 മാസവും ദൈവം കോഴി തന്റെ ചിറകിന്റെ മറവിൽ തന്നെ കുഞ്ഞിനെ പരിപാലിക്കുന്നത് പോലെ ദൈവം ഞങ്ങളെ പരിപാലിച്ചു. 6-ാം മാസമായപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന വീട്ടുകാരോട് ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ വീട് മാറുകയാ എന്ന് പറയുവാനിടയായി. അവിടുന്ന് വീട് മാറി, അടുത്തൊരു വീട് മാറി വീടെടുത്തു. ആ വീട്ടിലേക്ക് സാധനങ്ങളെല്ലാം ഇങ്ങനെ ഒരു വാഹനത്തെ കയറ്റി മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ സഭായോഗം കഴിഞ്ഞിട്ട് ദൈവജനം എല്ലാവരും കൂടെ കടന്നു വന്ന്, ഇവിടേക്ക് അങ്ങനെ എല്ലാവരും കൂടെ കടന്നു വന്ന് എല്ലാ സാധനങ്ങളും പിറക്കി അടുക്കി കെട്ടിപ്പിറക്കി വണ്ടിക്കകത്താക്കി അടുത്ത വീട്ടിലോട്ട് കൊണ്ടുപോയി അവിടെ കൊണ്ടുവന്ന് ഇട്ടു തരും. അവിടെ എല്ലാവരും കൂടെ പ്രാർത്ഥിപ്പിച്ച് ദൈവജനത്തെ അവിടെ ആക്കും. അങ്ങനെ സാധനങ്ങളെല്ലാം ഈ വീട്ടിൽ നിന്നും മാറ്റി വാഹനത്തിൽ കയറ്റി വാഹനം വിടുന്നതിന് മുമ്പ് ഞാൻ ആ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചു. ഇത്രയും നാളും താമസിക്കാൻ അനുവദിച്ച ദൈവത്തോട് നന്ദി പറഞ്ഞിട്ട് 2ാമത്തെ നിലയിലാണ്. 2ാമത്തെ നിലയിൽ നിന്ന് ഞാൻ താഴോട്ട് ഇറങ്ങി വന്ന് വണ്ടിയെ കയറാനായിട്ട് സാധനമെല്ലാം വെച്ചിരിക്കുന്ന വണ്ടിയെ കയറാൻ ഒരുങ്ങുമ്പോൾ ഒരു പോലീസ് വാഹനം, ഒരു വലിയ വാൻ വന്ന് ഞങ്ങളുടെ വാഹനത്തിന് മുന്നിൽ നിർത്തി. പെട്ടെന്ന് പോലീസ് ചാടിയിറങ്ങി
ഞങ്ങളുടെ വാഹനത്തിന് ചുറ്റും അവർ നിന്ന് വാതിൽ തുറന്നു. എല്ലാരെയും വിളിച്ച്, വണ്ടിയിൽ 9 പേരുണ്ട് എൻ്റെ കൂടെ. 9 പേരെയും വെളിയിലിറക്കി ആരും മുഖത്തോട് മുഖം കാണാത്ത വിധത്തിൽ തിരിച്ചു നിർത്തിയിട്ട് എല്ലാവരെയും ഇവിടുത്തെ നാഷണൽ ID കാണിക്കാൻ പറഞ്ഞു, കൊടുത്തു. വണ്ടിക്കകത്ത് സീറ്റിനടിയില് ബോണറ്റ് പൊക്കുന്നു, ഡിക്കി പൊക്കുന്നു, എല്ലാം ഇവർ തിരിച്ചും മറിച്ചും എന്നെ നിർത്തി ചെക്ക് ചെയ്തു. ചെക്ക് ചെയ്തിട്ട് ഇവരുടെ ഒരു കാസറ്റ്, അതുവരെ വണ്ടിക്കകത്ത് പാട്ട് കാസറ്റൊക്കെ ഇടുമായിരുന്നു. ബൈബിളൊക്കെ ഞങ്ങള് വണ്ടിയുടെ സീറ്റിനടിയിലാണ് വെക്കുന്നത്, ആരും കാണാതെ കൊണ്ടുപോകാനായിട്ട്. ദൈവകൃപയാൽ അന്ന് ഷിഫ്റ്റിംഗ് ആയതുകൊണ്ട് ഈവൻ ഒരു കാസറ്റ് പോലും വണ്ടിക്കകത്തില്ലായിരുന്നു. എല്ലാം എടുത്ത് മാറ്റിയായിരുന്നു. അവരെ തിരിച്ചും മറിച്ചും നിർത്തി എല്ലാരെയും ഓരോരുത്തരോടും എൻ്റെ പേര് ചോദിക്കും, എന്നോട് മറ്റവന്റെ പേര് ചോദിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ചോദിക്കും. അങ്ങനെ നമ്മളെ ചോദ്യം ചെയ്തു. എന്നാൽ ദൈവത്തിന്റെ വലിയ കരുതലെന്ന് പറയട്ടെ, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ എൻ്റെ കൂടെ ജോലി ചെയ്തവരായിരുന്നു ഈ 9 പേരും. ഇവിടുത്തെ നിയമം അനുസരിച്ച് ഒറ്റ സ്പോൺസറുടെ കീഴിലുള്ളവരാണ് ഞങ്ങൾ 9 പേരും. ഇവര് തിരിച്ചും മറിച്ചും ചോദിച്ചു, ചെക്ക് ചെയ്തു. എല്ലാവരുടെയും പേര് ഞങ്ങൾക്ക് തമ്മിൽ തെറ്റാതെ പറയുവാനിടയായി. സർവശക്തനായ ദൈവം ഞങ്ങളെ അവിടെ ഒക്കെ പരിപാലിച്ചു. ഈ പോലീസ് ഞങ്ങളുടെ വണ്ടി വാഹനം മുഴുവൻ അരിച്ചു പറക്കിയിട്ട് ഒരു സാധനം പോലും, ഒരു കാസറ്റ് പോലും അവർക്ക് ഞങ്ങളെ സ്വതന്ത്രം കുരുക്കുവാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഒരു എന്തേലും തുമ്പ് പോലും അവർക്ക് കിട്ടിയില്ല. അതിനുശേഷം അവർ ഞങ്ങളോട് പൊയ്ക്കോളാൻ പറഞ്ഞു. എന്നിട്ടും എനിക്ക് പേടിയായി, ഇവർ നമ്മളെ പിന്തുടരുമോ എന്ന്. ഞാൻ ഇവരോട് പറഞ്ഞു, നിങ്ങൾ വണ്ടിക്ക് വെക്കൂ, ഞാൻ നടന്നു വന്നോളാം, എനിക്ക് അറിയാവുന്ന സ്ഥലമൊക്കെ ആയതുകൊണ്ട് നടന്നു പോകാൻ ഒരുങ്ങി. അപ്പോഴാണ് ഞാൻ കാണുന്നത്, കഴിഞ്ഞ ഞാൻ 6 മാസമായിട്ട് ഈ പോലീസ് അധികാരികൾ എന്നെ പിടിക്കാനായിട്ട് ഞങ്ങൾ താമസിക്കുന്ന വീടിന്റെ താഴെ ഒരു CID വന്ന് താമസിക്കുക. ഇദ്ദേഹത്തെ ഞാൻ എന്നും കാണാറുണ്ട്, രാവിലെ ജോലിക്ക് പോകുമ്പോൾ കാണാറുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഗുഡ് മോർണിംഗ് പറയും. അങ്ങനെ പറയുമ്പോൾ നമുക്കറിയത്തില്ലായിരുന്നു ഒരു സൗദി വേഷത്തിൽ ഒരുത്തം താമസിക്കുന്നു, അങ്ങനെ ആരെല്ലാം ആയിരിക്കും എന്നല്ലാതെ മറ്റൊരു ചിന്തയൊന്നും മനസ്സിലില്ല. എന്നാൽ ഈ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഞാൻ അങ്ങോട്ട് നടന്നു പോകുമ്പോൾ അദ്ദേഹം എൻ്റെ നേരെ വരുന്നു. അദ്ദേഹം എന്നെ സിവിൽ ID എടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇന്ന ആളാണ്, നിന്റെ വീടിനകത്ത് ഇങ്ങനെ പ്രയർ നടക്കുന്നുണ്ടെന്നുള്ള അറിവ് എനിക്ക് കിട്ടിയത് കൊണ്ട് നിന്നെ പിടിക്കാനുള്ള ഇതിനു വേണ്ടിയാണ് ഞാൻ 6 മാസമായിട്ട് വാടകയ്ക്ക് നിന്റെ വീടിന് താഴെ താമസിക്കുകയായിരുന്നു പറഞ്ഞു. ദൈവത്തിന്റെ ആ പ്ലാനും പദ്ധതിയും എത്ര വലിയതാണ്. ജീവനുള്ള ഒരു ദൈവത്തെ മുഖാമുഖം കണ്ട ഒരു വ്യക്തിയാണ് ഞാൻ. സ്വത്രം. അദ്ദേഹം എനിക്ക് കൈ തന്ന് എന്നെ കെട്ടിപ്പിടിച്ചു. എനിക്ക് ഉമ്മയൊക്കെ, ഇവിടുത്തെ രീതി എങ്ങനെയാ, എന്നെ വിട്ടു. ദൈവകൃപയാൽ അവരുടെ കരങ്ങളിൽ അകപ്പെടുവാനിടയായല്ല. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് വേണ്ടി സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ ഇന്ന് വരെയും ദൈവം നിർത്തിയിരിക്കുന്നു. സ്നേഹവാനായ ദൈവത്തിന്റെ ആ കരുതലുകളെ ഓർത്ത് ഞാൻ ദൈവത്തെ നന്ദി പറയുകയാണ്. കർത്താവ് ഇന്ന് വരെ നിർത്തി വീണ്ടും ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. അങ്ങനെ ഒത്തിരി അനുഭവങ്ങളുണ്ട്. എന്നാൽ ഈ അനുഭവങ്ങളിൽ നടത്തുന്ന കർത്താവിനെ കുറിച്ച് 1-2 കാര്യങ്ങളിലൂടെ ഞാൻ പറയട്ടെ. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. സോദരം, അങ്ങനെ ദൈവം എന്നെ നടത്തുന്നു. ചില സോദരം, ഞാൻ ചർച്ചകോടിലാണ്. ചർച്ചകോടിന് സൗദി അറേബ്യയുടെ ഉത്തരവാദിത്തം എനിക്കാണ്. അങ്ങനെയൊക്കെയും ദൈവം ഒന്നുമില്ലാത്തടത്തൊന്നും, യോഗ്യതകളില്ലാത്തടത്തൊന്നും ദൈവം എന്നെ മാനിച്ചു. സൗദി അറേബ്യയിൽ ഇത്രത്തോളം നിർത്തി. സോദരം, അല്ലല്ല, കർത്താവിന് വേണ്ടി നിൽക്കുവാനുള്ള ആയുസ്സും ആരോഗ്യം തന്നുകൊണ്ടിരിക്കുന്നു. വീണ്ടും ദൈവം തരുന്ന ആയുസ് ദൈവം ഈ രാജ്യത്ത് എത്ര നാൾ നിർത്തുന്നു അത്രത്തോളം അല്ലല്ല ആയുസ്സിന്റെ അവസാന നിമിഷം വരെയും കർത്താവിന് വേണ്ടി ശക്തനായി നിൽക്കണം എന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ. അതിനായിട്ട് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ദൈവമക്കളെ, ദൈവജനത്തിന്റെ എല്ലാവരുടെയും പ്രാർത്ഥന ഞാൻ ഒരിക്കൽ കൂടെ ആവശ്യപ്പെടുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ദൈവം എന്നെ ഓർപ്പിച്ച ഒരു വാക്യം ഒന്ന് ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. ഈ പ്രഭാതയാമത്തിൽ നാം ദൈവത്തോട് കൂടെ ആയിരിക്കുമ്പോൾ നടത്തുന്ന ദൈവത്തെക്കുറിച്ചും 1-2 കാര്യങ്ങൾ ഞാനൊന്ന് ഓർപ്പിച്ചോട്ടെ. നമുക്ക് എല്ലാവർക്കും ഏറ്റവും പരിചിതമായ ഒരു സങ്കീർത്തനമുണ്ട്, 23-ാം സങ്കീർത്തനം.
സ്വതന്ത്രം നമ്മുടെ കുഞ്ഞു നാളുകളിൽ നമ്മളെ പഠിപ്പിക്കുന്നതും നമ്മൾ പഠിക്കുന്നതുമായ ഒരു സങ്കീർത്തനം 23-ാം സങ്കീർത്തനം. അതിന്റെ അവസാന വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു: നന്മയും കരുണയും ആയുഷ്കാലമൊക്കെയും നിന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. രണ്ട് സോൾജറെ പോലെ, രണ്ട് പട്ടാളക്കാരെ പോലെ ഒരു ദൈവ പൈതലിന്റെ ഇടം വല നിൽക്കുന്നു നന്മയും കരുണയും. എവിടം വരെയാണ്? നിന്റെ ആയുഷ്കാലമൊക്കെയും. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ, ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ സ്തോത്രം, ഹല്ലേലൂയ. ദൈവമക്കളെ, ചിലപ്പോൾ ഉയർച്ച താഴ്ചകൾ സംഭവിച്ചേക്കാം. സാമ്പത്തികമായ ഉയർച്ച വന്നേക്കാം, സാമ്പത്തികമായ തകർച്ച വന്നേക്കാം, രോഗങ്ങളും ക്ഷീണങ്ങളും ഭാരങ്ങളും ഒക്കെ വന്നെന്ന് വന്നേക്കാം. എന്നാൽ ഹല്ലേലൂയ, ദൈവത്തിന്റെ വചനം പറയുന്നു, ഹല്ലേലൂയ, സ്തോത്രം, 21-ാം സങ്കീർത്തനം 1-ാം വാക്യം പറഞ്ഞു, യഹോവ എന്റെ ഇടയനാകുന്നു. ഇത് നാവ് കൊണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് ഈ കർത്താവിനെ എന്റെ ഇടയനായി ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ, തീർച്ചയായും പറയുന്നു, നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെയും പിന്തുടരും. ഹല്ലേലൂയ. വെറുതെ എഴുതി വെച്ചിരിക്കുന്ന ഒരു വചനമല്ല, വചനം ജീവനുള്ള വചനമാണ്. യോശുവ നടത്തുന്ന ദൈവത്തിന്റെ വചനമാണ്. ആ വചനപ്രകാരം ഇന്ന് പകൽക്കാല ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, സ്വതന്ത്രം, ജീവിതത്തിൽ ഏതൊക്കെ തകർച്ച വന്നാലും, ഏതൊക്കെ പതറേണ്ട അനുഭവങ്ങൾ വന്നാലും, പിടിച്ചിരിക്കുന്ന ദൈവം, വിളിച്ച ദൈവം വിശ്വസ്തനാണ്. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും പിന്തുടരും. ഈ ലോകത്തിൽ ആയിരിക്കുമ്പോൾ, ലോകക്കാരുടെ മുമ്പിൽ ഹല്ലേലൂയ, സ്തോത്രം, കാണപ്പെടുന്ന സമയം മുഴുവൻ ഈ നന്മയും കരുണയും നമ്മളോടൊപ്പം ഉണ്ടായിരിക്കും. തീർച്ചയാണ്, സ്തോത്രമല്ല. എന്നാൽ അതിൻ്റെ അടുത്ത വാക്യം പറയുന്നു, ഞാനോ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ഇതായിരിക്കണം നമ്മുടെ തീരുമാനം. അതായത് ദീർഘകാലം വസിക്കുക എന്ന് പറഞ്ഞാൽ അത് ദൈവത്തോട് കൂടെ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുക. ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതലിന് ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ കഴിയും. ദൈവസന്നിധി കഴിക്കുന്ന പ്രാർത്ഥനയുടെ മറുപടി ഹല്ലേലൂയ ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയും. ഇന്ന് പകൽക്കാലം ഈ പ്രഭാതത്തിൽ ആ 1-2 കാര്യങ്ങൾ വേദവചനത്തിൽ ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ. വളരെ പരിചിതമായ ഹല്ലേലൂയ ഒരു വ്യക്തിയാണ് ഹന്ന. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആലയത്തിൽ തന്റെ സങ്കടം കരഞ്ഞു ബോധിപ്പിക്കുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, ആ സങ്കട യാചന കേട്ട് പ്രാർത്ഥനയ്ക്ക് ഉത്തരമരുളുന്ന ഒരു ദൈവത്തെ തന്റെ ജീവിതത്തിൽ വ്യക്തമായി കണ്ട ഒരു വ്യക്തിയാണ് ഹന്ന. ഹന്ന ഇങ്ങനെ പറയുന്നു, 1-ാം അധ്യായത്തിന്റെ അതിന്റെ അവസാന ഭാഗം പറയുന്നു, ഞാൻ ഈ ബാലനായിട്ടല്ലയോ പ്രാർത്ഥിച്ചത്. ഇന്ന് പകൽക്കാലം ഈ പ്രയർ ലൈനിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രിയ സഹോദരിമാരെ, ദേവദാസന്മാരെ പറയട്ടെ, ഹല്ലേലൂയ, സ്തോത്രം, ഞാനോ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ജീവിതത്തിൽ എന്നും നിരാശ പറയുവാൻ അനുവദിക്കുന്ന ഒരു ദൈവമല്ല ആ ദൈവം. ഹല്ലേലൂയ. ഹന്നയുടെ ജീവിതത്തിൽ നമുക്കറിയാം, സാഹചര്യം അറിയാം, അതൊന്നും ഞാൻ വിവരിക്കുന്നില്ല. ഒരുപക്ഷെങ്കിൽ നിരാശകളും പരാജയങ്ങളും മാത്രം പറയേണ്ടി വരുമെന്ന് ലോകം വിധി എഴുതുന്ന ഒരു സാഹചര്യത്തിൽ ആ ഹന്ന ദൈവത്തിന്റെ ആലയത്തിൽ ദൈവസന്നിധിയിൽ തന്റെ സങ്കടം പകർന്നപ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, തന്റെ ജീവിതത്തിൽ ഇല്ലാത്തത് ഒന്നിനെ കൊടുത്ത് തന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമരുളിയ ഒരു ദൈവമാണെങ്കിൽ, ഈ പ്രഭാതയാമത്തിൽ സ്തോത്രം, നമ്മുടെ അകത്തെ മനുഷ്യരൊന്ന് ബലപ്പെടട്ടെ. ആ ദൈവത്തിന്റെ സന്നിധി കഴിക്കുന്ന ഒരു നിമിഷം അല്ലെങ്കിൽ ഒരു ദിവസം, ഹല്ലേലൂയ, ഏറ്റവും വിലയേറിയതാണെങ്കിൽ ഇന്ന് പകൽക്കാലം, ഹല്ലേലൂയ, ഈ പ്രയർ ലൈനിൽ ഇരിക്കുമ്പോൾ പറയട്ടെ, ഹല്ലേലൂയ, ആ ദൈവം വിശ്വസ്തനാണ്. ഈ ഭൂമിയിൽ മാത്രമല്ല, നാം അവനോടൊപ്പം വസിക്കുന്ന കാലം വരെയും, ഹല്ലേലൂയ, അതിനുള്ള സാവകാശം ലഭിക്കുന്ന സമയം വരെയും പറയുവാനിടയാക്കും, ഞാനോ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ലജ്ജിപ്പിക്കാതെ, പരാജയപ്പെടുത്താതെ, പരാജയങ്ങളുടെ മുമ്പിൽ, ഹല്ലേലൂയ, ഒരു ജീവനുള്ളവനാക്കി നിർത്തുന്ന ഒരു സർവശക്തനായ ദൈവമാണ് നാം സേവിക്കുന്ന നമ്മുടെ ദൈവം. 1-ാമത്തെ കാര്യം, ആലയത്തിൽ പ്രാർത്ഥനയുടെ മറുപടി ഉണ്ടായിരിക്കും.
മനുഷ്യരോടൊക്കെ പറഞ്ഞാൽ സുതരം പ്രാർത്ഥിക്കാം, ആശ്വസിപ്പിക്കാം, കൂടെയുണ്ട് എന്നൊക്കെ പറയും. എന്നാൽ അല്പനിമിഷങ്ങൾ കഴിയുമ്പോൾ അവരുടേതായ സാഹചര്യത്തിൽ കൂടെ തിരിഞ്ഞു പോകും. മനുഷ്യരാണ്. എന്നാൽ ഞാനും നീയും ദൈവസന്നിധി കഴിക്കുന്ന ഓരോ കണ്ണുനീരിനും അതിനെ തുരുത്തിയിലാക്കി വെച്ച് മറുപടി തരുന്ന ഒരു ദൈവത്തെയാണ് ഇന്ന് നമ്മൾ ആരാധിക്കുന്നത്. പറ ഹല്ലേലൂയ. ആലയത്തിൽ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടായിരിക്കും. ഒന്നാമത്തെ ഹല്ലേലൂയ, നീ ജീവകാലം വസിക്കണം. ഞാനോ, ആ വാക്യം മറക്കരുത്, ഞാനോ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ദീർഘകാലം വസിക്കാൻ വേണ്ടി നിന്റെ പ്രാർത്ഥനാലയത്തിൽ, നിന്റെ പ്രാർത്ഥനാ മേഖലകളിൽ, നിന്റെ പ്രാർത്ഥനാ സാഹചര്യങ്ങളിൽ മറുപടി തരുന്ന ഒരു ദൈവമാണെങ്കിൽ, യെസ്, ഇന്ന് പകൽക്കാലം വിശ്വസിക്കട്ടെ, ആ ദൈവം എത്ര വലിയവനാണ്. ദൈവം സഹായിക്കും. ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം, ആലയത്തിൽ ഹല്ലേലൂയ ശമൂവേൽ, ഹല്ലേലൂയ 3-ാം അധ്യായം 10-ാം വാക്യത്തിൽ വായിക്കുന്നു, ശമൂവേൽ ഹല്ലേലൂയ ആലയത്തിലെ വിളക്ക് കെടുന്നതിന് മുമ്പ് പെട്ടകത്തോട് ചേർന്ന് കിടന്നു. ദൈവത്തോട്, ദൈവ സാന്നിധ്യത്തോട് ചേർന്ന് കിടക്കുന്ന സ്തോത്രം ഹല്ലേലൂയ ശമൂവേൽ ബാലൻ ഹല്ലേലൂയ ദൈവത്തിന്റെ വിളി കേൾക്കുവാനിടയായി. സ്തോത്രം ഹല്ലേലൂയ. അവിടെ ഇങ്ങനെ പറയുന്നു, ഹല്ലേലൂയ സ്തോത്രം, യഹോവ സ്തോത്രം വാതിൽക്കൽ നിന്ന് വിളിക്കുക. എന്താ? ഹല്ലേലൂയ ശമൂവേലേ, ശമൂവേലേ എന്ന് വിളിച്ചപ്പോൾ അടിയനിതാ അരുളി ചെയ്യണമേ എന്ന് തിരിച്ചു പറയാനിടയായി. ഇന്ന് വരെയും ദൈവത്തിന്റെ ശബ്ദം നമ്മുടെ കാതുകളെ മുഴുകുന്നത് വ്യക്തമായി കേൾക്കുവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഹല്ലേലൂയ, ഞാനോ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ഹല്ലേലൂയ. എങ്ങനെ? എന്റെ ദൈവത്തിന്റെ ശബ്ദം കേട്ടുകൊണ്ട്. ഹല്ലേലൂയ. ഓസ്രം ദൈവത്തിന്റെ സാന്നിധ്യത്തോട് ചേർന്നിരിക്കുമ്പോൾ, ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ ഹല്ലേലൂയ ഹല്ലേലൂയ ഞാൻ അവന്റെ ശബ്ദം കേൾക്കും. ഒന്ന്, ആലയത്തിൽ ദൈവത്തിന്റെ ഹല്ലേലൂയ മറുപടി കാണുവാൻ, കേൾക്കുവാൻ ഇടയാകും. അതുമായി നീ ദൈവത്തിന്റെ ആലയത്തിൽ വരും. രണ്ട്, ദൈവത്തിന്റെ ആലയത്തിലാണോ, ദൈവത്തോട് ചേർന്നാണോ, ദൈവത്തിന്റെ ശബ്ദം വ്യക്തിപരമായി നമ്മളെ ചെവികളിൽ കേൾക്കും. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഈ പ്രഭാതത്തിൽ ഒന്ന് ധൈര്യപ്പെടട്ടെ. ഹല്ലേലൂയ ഈ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട സ്വരങ്ങളെ, ഹല്ലേലൂയ എന്റെ ദൈവത്തിന്റെ ശബ്ദം എന്റെ കാതുകളിൽ ഞാൻ വ്യക്തമായി കേൾക്കും. ഹല്ലേലൂയ സ്വരം. ഏലി പുരോഹിതൻ മക്കളുടെ പേര് വിളിക്കാമായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ പേര് തെറ്റാത്ത, അഡ്രസ് തെറ്റാത്ത, നിന്നെ അറിയുന്ന ഒരു ദൈവത്തിന്റെ ശബ്ദം വ്യക്തമായി കാതുകളെ മുഴങ്ങിയാണ്. ശമൂവേലേ, ശമൂവേലേ എന്ന് വിളിച്ചപ്പോൾ അടിയനിതാന്ന് തിരിച്ചു പറയത്തക്ക രീതിയിൽ ഹല്ലേലൂയ പ്രാപ്തരാക്കുന്ന ഒരു ദൈവത്തെയാണ് സേവിക്കുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം ഒന്ന് ധൈര്യപ്പെടട്ടെ. ഹല്ലേലൂയ. ഒന്നാമത്തെ കാര്യം, ഹല്ലേലൂയ ആലയത്തിൽ പ്രാർത്ഥനയുടെ മറുപടി ഉണ്ട്. രണ്ടാമത്തെ കാര്യം, ഹല്ലേലൂയ സ്തോത്രം, ആലയത്തോട് ചേർന്ന് ആലയത്തിലായിരിക്കുമ്പോൾ ദൈവത്തിന്റെ ശബ്ദം നിന്റെയും കാതുകളെ മുഴങ്ങും. മൂന്നാമത്തെ കാര്യം, ഹല്ലേലൂയ 27-ാം സങ്കീർത്തനത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിക്കുന്നു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം. യഹോവയുടെ മനോഹരത്വം ഹല്ലേലൂയ ദീർഘകാലം വസിക്കേണ്ടതിനെ കാണിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഹല്ലേലൂയ, നാം വിളിക്കുമ്പോൾ, കരയുമ്പോൾ മകനെ, മകളെ എന്ന് വിളിച്ച് മാറോട് ചേർത്ത് പിടിക്കുന്ന അരുമനാഥനാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. യഹോവയുടെ മനോഹരത്വം ആലയത്തിൽ വെളിപ്പെടും. ഹല്ലേലൂയ. ധൈര്യപ്പെടട്ടെ. ഹല്ലേലൂയ. ഒരുപക്ഷെ ശരീരത്തിൽ രോഗങ്ങൾ ഉണ്ടായിരിക്കാം, വേദനകളുണ്ട്. ഇതൊക്കെ ദൈവം പറഞ്ഞിട്ടുണ്ട്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, ഹല്ലേലൂയ, ഇതൊന്നും വരത്തില്ലെന്നും നിനക്ക് എന്നും ഹല്ലേലൂയ ഉയർച്ച മാത്രമേ ഉള്ളെന്നല്ല പറഞ്ഞത്. ഇതെല്ലാം ഉണ്ട്. അതിന് നടുവിൽ ഹല്ലേലൂയ എന്റെ മനോഹരത്വം ഞാൻ വെളിപ്പെടുത്തുന്ന ദൈവമാണെന്ന് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽക്കാലം ഒന്ന് ധൈര്യപ്പെടട്ടെ. ഹല്ലേലൂയ. അടുത്ത ഓരോ പ്രാർത്ഥനകളിലും എവിടെ നീ മുട്ടുമടക്കി അതിനെ ആലയമാക്കി മാറ്റുന്നു, ഹല്ലേലൂയ, അവിടെ പറയണം എന്റെ ദൈവത്തിന്റെ മനോഹരത്തെ ഇവിടെ വെളിപ്പെടും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽക്കാലം ഒന്ന് ധൈര്യപ്പെടട്ടെ. മറക്കരുത്, ഹല്ലേലൂയ, ഞാനോ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കേണ്ടതിന് ലജ്ജയില്ലാതെ നിർത്തുന്ന ദൈവം, ലജ്ജിപ്പിക്കാതെ
ഇല്ലാതെ നിർത്തുന്ന ദൈവം പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രമല്ലല്ലോ എന്നോട് നേരിട്ട് എന്നോട് ഇടപെട്ട് എന്റെ പേര് വിളിച്ച് എന്നെ ആലയത്തിൽ വസിപ്പിക്കുന്ന ദൈവം മൂന്നാമതായി പറയാൻ അവിടെ അവന്റെ മനോഹരത്വം വെളിപ്പെടുത്തുന്ന ഒരു ദൈവമാണെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ധൈര്യപ്പെടട്ടെ പ്രിയമുള്ളവരെ, ധൈര്യപ്പെടട്ടെ. ഓ സ്തോത്രം. നാലാമതായി പറയുന്നു ഹല്ലേലൂയ സ്തോത്രം, അല്ല ഞാനോ യഹോവയുടെ ആലയത്തിൽ തഴച്ചിരിക്കുന്ന ഒരു ഒലിവൃക്ഷമായിരിക്കും. ഹല്ലേലൂയ. ഒരു ദൈവ പൈതൽ ഹല്ലേലൂയ ആലയത്തിൽ ക്ഷീണിക്കുവാൻ അവനെ അനുവദിക്കുന്ന ദൈവമല്ല. പറയുന്നതിനർത്ഥം നമ്മുടെ അകത്തെ മനുഷ്യൻ ഒരിക്കലും റിട്ടയർമെന്റ് ഇല്ലാത്തൊരു മനുഷ്യനാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ നമ്മുടെ പുറമേ ഉള്ള ശരീരം, നമ്മുടെ ആയുസ്സിന്റെ എണ്ണം വർദ്ധിക്കും. ഒരുപക്ഷെ നമ്മളെ ശരീരം കൊണ്ട് ക്ഷീണിച്ചവരായി പോയെന്ന് വന്നേക്കാം. എന്നാൽ ഇന്ന് വൈകാലം പറയട്ടെ ഹല്ലേലൂയ ഒരു ദൈവത്തിന്റെ പൈതല് ഹല്ലേലൂയ പറയണം ഹല്ലേലൂയ ഞാനോ യഹോവയുടെ ആലയത്തിൽ തഴച്ചിരിക്കുന്ന ഒരു ഒലിവൃക്ഷം പോലെ. സ്തോത്രം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ലൈനിലുള്ള പ്രിയപ്പെട്ടവരെ വ്യക്തമായി വിളിച്ചു പറയട്ടെ, വ്യക്തമായി പറയട്ടെ. തകരുവാൻ അനുവദിക്കുന്ന ഒരു ദൈവമല്ല, പരാജയപ്പെടുവാൻ അനുവദിക്കുന്ന ഒരു ദൈവമല്ല. നിന്നെ കൊണ്ടും എന്നെ കൊണ്ടും പറയപ്പിക്കും ഞാൻ ഹല്ലേലൂയ എന്റെ ദൈവത്തിന്റെ ആത്മാവിനാൽ ഞാൻ ബലപ്പെട്ടിരിക്കുക, ഞാൻ തഴച്ചിരിക്കുക, ഞാൻ ക്ഷീണിക്കുകയല്ല. സ്തോത്രം ഹല്ലേലൂയ. ആദ്യ പിതാക്കന്മാർക്ക് വേണ്ടി പ്രവർത്തിച്ച ദൈവം അവൻ എന്നെയും ഹല്ലേലൂയ ഈ നൂറ്റാണ്ടിൽ ഈ കാലയളവിൽ അവൻ എന്നെ ഉപയോഗിക്കുവാൻ ശക്തനാണ്. ഞാൻ ഹല്ലേലൂയ വയസ്സുകൊണ്ട് പ്രായമുള്ളവനായിരിക്കാം. യഹോവയായ ദൈവം അബ്രഹാമിനോട് ഹല്ലേലൂയ പ്രായം ചെന്നിരിക്കുന്ന അവനോട് പറഞ്ഞു ഹല്ലേലൂയ ഞാൻ മഹാശക്തിയുള്ള ദൈവമാകുന്നു, ഞാൻ സർവശക്തനായ ദൈവമാകുന്നു, നീ എന്റെ മുമ്പാകെ നിഷ്കളങ്കനായി നടക്കാം. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഞാൻ വിളിച്ചു പറയട്ടെ, ആത്മാവെ പറയട്ടെ ഹല്ലേലൂയ പറയണം, ദൈവജനം പറയണം ഞാനോ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. കാരണം ഹല്ലേലൂയ എന്നെ ഒരു ഒലിവൃക്ഷം പോലെ തഴയ്ക്കുവാൻ ഇടയാക്കുന്ന തഴപ്പിക്കുന്ന ഒരു ദൈവമാണ് എന്റെ ദൈവം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ സ്തോത്രം. ധൈര്യപ്പെടട്ടെ, എല്ലാവരും ധൈര്യപ്പെടട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ ഈ പുതിയ പകല്, ഈ പകൽക്കാലം ഹല്ലേലൂയ ആത്മാവിന്റെ ബലമുള്ളവരായി ദൈവജനം മുന്നോട്ട് കുതിക്കട്ടെ. ലോകത്തെ നോക്കാനല്ല, ലോകത്തിന് നടുവിലല്ല. കർത്താവ് ഇങ്ങനെ പറയുന്നു, എബ്രായലേഖനത്തിൽ വായിക്കുന്നതല്ല, ഇതാ സാക്ഷികളിലെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് മുന്നിൽ നിൽക്കുമ്പോൾ നമ്മെ മുറുകെ പറ്റുന്ന സകല പാപം വിട്ട് നമ്മെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ യേശുവിനെ നോക്കട്ടെ. അവനത്രേ നമ്മുടെ നായകൻ, അവനത്രേ നമ്മുടെ വീണ്ടെടുപ്പുകാരൻ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ സങ്കീർത്തനം കാണാപ്പാടം അറിയാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഹല്ലേലൂയ വേദപുസ്തകത്തിലെ വലിയൊരു സങ്കീർത്തനം കാണാപ്പാടം പഠിച്ചത് കൊണ്ട് കാര്യമായില്ല. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് പറ, ഞാനോ ഹല്ലേലൂയ 2024 ഹല്ലേലൂയ തീരാൻ പോകുക. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ 2024 ശക്തി കൊണ്ട് എനിക്കും നിനക്കും 2025 പ്രതികൂലത്തെ തരണം ചെയ്യാൻ പറ്റത്തില്ല. സ്തോത്രം ഹല്ലേലൂയ. അത് തരണം ചെയ്യണമെങ്കിൽ പുതിയൊരു അഭിഷേകം, പുത്തൻ ശക്തി നമുക്ക് ആവശ്യമാകയാൽ ഹല്ലേലൂയ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ, ഈ സൂം പ്ലാറ്റ്ഫോമിൽ കൂടെ ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എന്റെ സാക്ഷി കേട്ട എന്റെ പ്രിയപ്പെട്ടവരെ ഹല്ലേലൂയ അനേക കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. അതൊക്കെ അവിടെ നിർത്തിയിട്ട് ഈ ദൈവവചനം ശ്രദ്ധിച്ചാട്ടെ. പറ ഹല്ലേലൂയ ഞാനോ യഹോവയുടെ ആലയത്തിൽ. ഓരോ വ്യക്തികൾ ഈ ശബ്ദം ശ്രദ്ധിച്ചവര് ഈ രാവിലെ സമയം നിന്റെ ഹല്ലേലൂയ ഈ പ്രഭാതം തുടങ്ങുമ്പോൾ പ്രാർത്ഥനയിൽ തുടങ്ങുന്ന പ്രിയപ്പെട്ടവരെ പറഞ്ഞു, ഞാനോ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. സ്തോത്രം. ഞാൻ ഇങ്ങനെ അങ്ങ് തകർന്നു പോകത്തില്ല, ഇങ്ങനെ അങ്ങ് ഒന്നുമില്ലാത്തവനായി നിരാശനായി ഈ ലോകം വിട്ടു പോകത്തില്ല. ഹല്ലേലൂയ യോബ് പറഞ്ഞതുപോലെ അന്യരല്ല, സ്വന്തം കണ്ണാൽ ഞാൻ അത് കാണും.
ഹല്ലേലൂയ. എന്റെ വീണ്ടെടുപ്പുകാരനെ ഞാൻ കാണും. എന്റെ വീണ്ടെടുപ്പുകാരനെ ഞാൻ ദേശത്തോട് വിളിച്ചു പറയും. എന്റെ വീണ്ടെടുപ്പുകാരനെ ഈ ലോകത്തിന് മുമ്പിൽ ഞാൻ വെളിപ്പെടുത്തും. ധൈര്യമായി പറയുവാൻ സർവശക്തനായ ദൈവം അവിടുന്ന് ഇടയാക്കുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം അതിനായിട്ട് ഒരുങ്ങട്ടെ. ഇന്ന് പ്രഭാതത്തെ പ്രാർത്ഥിച്ചു തുടങ്ങുന്ന ദൈവത്തിന്റെ ജനം, ഹല്ലേലൂയ, ഓരോ നിമിഷങ്ങളിലും ഈ പ്രാർത്ഥന ഉരുവിടുക. ഞാനോ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ഒരു ഹന്നായ്ക്ക് മാത്രമല്ല, ഹല്ലേലൂയ, ഒരു ശമൂവേൽ പാലന് മാത്രമല്ല, എന്റെയും ജീവിതത്തിൽ അത് ദിവസങ്ങൾ നടക്കാൻ പോകുന്നു. പ്രത്യാശയോടെ പ്രഖ്യാപിക്കെ വലിയവനായ ദൈവം അതിനായി നമ്മെ ഒരുക്കുമാറാകട്ടെ. ആശുത്രം കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. ഇങ്ങനെ ഒരു സാവകാശം ഒരുക്കി തന്ന പ്രിയപ്പെട്ടവരോട് നന്ദി അറിയിക്കുന്ന വിശേഷാൽ പ്രിയ സന്ധ്യാസിസ്റ്ററോട് എന്റെ പ്രത്യേക നന്ദി അറിയിക്കുന്നു. ആശുത്രം കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. ഒരിക്കൂടെ ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. ആശുത്രം സാഹചര്യം അങ്ങനെ ആയിപ്പോയി. എന്നാൽ ഇന്ന് പകൽക്കാലം അല്ലെങ്കിൽ എനിക്ക് ഏകദേശം എത്രത്തോളം സമയം അനുവദിച്ചു തന്ന ഇതിന്റെ സംഘാടകരോട്, അല്ലെങ്കിൽ ആസൂത്രം ഡാളസിലുള്ളവരോട്, ആസൂത്രം ഇന്ത്യയിലുള്ളവരോട് എല്ലാവരോടും എന്നെ നന്ദി അറിയിക്കുന്നു. വലിയവനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എളിയവരെയും സൗദി അറേബ്യയും ഓർത്ത് പ്രാർത്ഥിക്കുക. കർത്താവിന്റെ വരെ താമസിക്കുന്നതിൽ എവിടെയെങ്കിലും വെച്ച് ഭൂമിയിൽ കാണുവാൻ സർവശക്തനായ ദൈവം സാവകാശം അനുവദിച്ചാൽ പരിചയപ്പെടണമേ, കാണണമേ. ഒരുമിച്ച് ദൈവത്തെ ആരാധിപോലെ സാവകാശം ഒരുക്കട്ടെ. അല്ല, കർത്താവിന്റെ വരവെങ്കിൽ നമുക്ക് ഒന്നിച്ച് നിത്യതയെ കാണുവാനുള്ള സാവകാശവും സൗകര്യവും സർവശക്തനായ ദൈവം ഒരുക്കി തരട്ടെ എന്നുള്ള ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥനയോടുകൂടെ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. വലിയവനായ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഒരു വാക്ക് പ്രാർത്ഥിക്കാമോ? പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായി നല്ല സമയത്തിനായി ദൈവത്തോട് നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങയുടെ പാദപീഠത്തിൽ ഇങ്ങനെ ആയിരിക്കാൻ ദൈവമേ, ജീവിതത്തിൽ ഞങ്ങളുടെ ആയുസ്സിനെ ദീർഘിപ്പിച്ചു തന്നല്ലോ. താവേ, അനേകർക്ക് കഴിയാത്ത ഈ മഹാഭാഗ്യം ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ദാനമായി തന്നല്ലോ. ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ ഞങ്ങൾ തമ്മിൽ കാണുന്നില്ല, തമ്മിൽ അറിയുന്നില്ല എങ്കിലും ദൈവ സ്നേഹത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ചായിരിക്കാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവമേ, നീ ഒരുക്കി തന്ന ഈ ഭാഗ്യത്തിനായി ഞങ്ങൾ ദൈവത്തോട് നന്ദി പറയുന്നു. കർത്താവേ, ഇന്ന് പകൽക്കാലം ഈ പ്രഭാതത്തിൽ ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നീ അനുഗ്രഹിക്കണമേ. എളിയവന്റെ സാക്ഷി കേട്ടവരുണ്ടല്ലോ. താവേ, തന്ന ചെറിയ ആലോചന കൈമാറിയപ്പോൾ അത് ശ്രദ്ധിച്ച പ്രിയപ്പെട്ടവരുണ്ടല്ലോ. ഞങ്ങളേവരെയും സഹായിക്കണമേ. ഞങ്ങളേവർക്കും ഇത് പറയുവാനുള്ള ഭാഗ്യം തരണമേ. താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തെ, ഞങ്ങളോട് സംസാരിക്കുന്ന ദൈവത്തെ, ആ മനോഹരത്വം വെളിപ്പെടുത്തുന്ന ദൈവത്തെ, ഞങ്ങളുടെ ശരീരത്തെ, ഞങ്ങളുടെ ആത്മാവിനെ പുഷ്ടിപ്പെടുത്തുന്ന ദൈവത്തെ ഞങ്ങൾക്ക് ജീവനുള്ള കാലത്തോടും ഉയർത്തുവാൻ സ്വർഗമേ നീ ഇടയാക്കണമേ. ഇന്ന് പകൽ അങ്ങയുടെ നാമത്തിൽ ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതം മുതൽ എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ, എല്ലാവരും ബലപ്പെടട്ടെ. ഏതെങ്കിലും വിധത്തിൽ വേദനകൾ അനുഭവിക്കുന്നെങ്കിൽ, ഏതെങ്കിലും വിധത്തിൽ ശാരീരിക സൗഖ്യമില്ലാതെ ഞെരുങ്ങുന്നെങ്കിൽ, കർത്താവേ, സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്നെങ്കിൽ, കർത്താവേ, ആത്മീയ മണ്ഡലത്തെ ദുർബലപ്പെടുത്തുമാറ് പോരാടുന്ന ഏതെങ്കിലും പോരാട്ടം സഹിക്കുന്ന ആരെങ്കിലും കർത്താവേ ഇതിനകത്തുണ്ടെങ്കിൽ, ദൈവമേ, ഇന്ന് പകൽക്കാലം അങ്ങയുടെ നാമത്തിൽ അതിനെ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. നിന്റെ ജനത്തിന് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കാൻ ദൈവമേ സഹായിക്കണമേ. ദൈവമേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഒരു മഹാ സന്തോഷം കിട്ടിയതുപോലെ കർത്താവേ നിന്റെ ജനമായിരിക്കണമേ. 2025 തരുന്നെങ്കിൽ ഞങ്ങൾ എല്ലാവരും ആത്മാവിൽ ശക്തരായി തീരണമേ. ദൈവത്തിന് വേണ്ടി പ്രയോജനമുള്ളവരാക്കി ഞങ്ങളെ തീർക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഡാളസിൽ നിന്ന് ജോയിൻ ചെയ്ത പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആ ജനത്തെ ആ ദേശത്താക്കിയെങ്കിൽ ദൈവമേ അവരെ അവിടെ നിർത്തണമേ. നീ അയച്ചെടുത്ത് കല്ലലിയ വിശ്വസ്തരായി നീക്കുള്ള കൃപ കൊടുക്കണമേ. കർത്താവേ, ലൈൻ ലീഡ് ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആ ദേശത്ത് നിന്ന് അത് കൺട്രോൾ ചെയ്യുമ്പോൾ അവരെല്ലാം അനുഗ്രഹിക്കണമേ. കർത്താവേ, നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. താവി അല്ലലിയ താവി നാട്ടിൽ നിന്ന് ജോയിൻ ചെയ്ത് എല്ലാവരെയും ഏൽപ്പിക്കുന്നു. സന്ദേശത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം വിശ്വസ്തയോടെ ചെയ്യുവാൻ ദൈവമേ നീ കൃപ കൊടുക്കണമേ. അനേകർക്ക് താൻ ഒരു ആശ്വാസ
ആശ്വാസമായിരിക്കണമേ. തന്നെയും തന്റെ കുടുംബത്തെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ ദൈവനാമം മഹത്വമായി തീരുവാൻ സഹായിക്കണമേ. ഇന്ന് പകൽ ഒരിക്കൽ കൂടെ ഈ പ്രയർ ലൈനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇത് നാൾക്ക് നാൾ വർദ്ധിച്ചു വരട്ടെ. ഇത് നിമിത്തം അനേകർ കർത്താവിന്റെ ഭാഗത്തേക്ക്, അനേകർക്ക് ആശ്വാസം ലഭിക്കുവാൻ, അനേകർ വിടുതൽ പ്രാപിക്കുവാൻ, ആ വിടുതൽ സാക്ഷി പറയുവാൻ ദൈവജനത്തെ അവിടുന്ന് ഒരുക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാവേ. അനുഗ്രഹമാക്കി തീർത്തതിനായി സ്തോത്രം, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ 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 ആമേൻ.